ഹായ് കൂട്ടുകാരെ. അപ്പോൾ ദാ രാവിലെ തന്നെ ഞാൻ ദാ അടുക്കളയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് എനിക്ക് കുറച്ച് പണി കൂടുതലുള്ള ദിവസമാണ്. കാരണം ഇന്ന് നമ്മുടെ വീട്ടിൽ പറ വരുന്നുണ്ട്. രാത്രിയിലാണ് കേട്ടോ പറ വരുന്നത്. മുടിപ്പറയാണ്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ പറയാണ്. അപ്പോൾ ഉത്സവം തുടങ്ങാൻ ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അതിന് മുന്നേ ഒരു ദിവസത്തെ പറയാണ് കേട്ടോ അമ്പലത്തിൽ നിന്ന് വരുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് തുടയ്ക്കാനും തൂക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അല്ലൂനെ രാവിലെ തന്നെ വീട്ടിൽ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉച്ചയാകുന്നിടം വരെയും എനിക്ക് അടുക്കളയിലെ ജോലി തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഉച്ച കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ തുടയ്ക്കാനൊക്കെ നിന്നത്. പിന്നെ കുറേ തുണികളും കഴുകാനുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴുകി വന്നപ്പം തന്നെ സമയം പോയത് അറിഞ്ഞതേ ഇല്ല. എത്ര പെട്ടെന്നാണ് സമയം പോകുന്നതല്ലേ. പിന്നെ തൂത്തും തുടച്ചും ഒക്കെ നിന്ന് വന്നപ്പോഴത്തേക്ക് സന്ധ്യ ആവാറായിട്ടുണ്ടായിരുന്നു. അല്ലുവിനെ വിളിക്കാൻ ചെല്ലുമെന്ന് പറഞ്ഞ് അമ്മയും വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ ഉപയോഗിക്കാത്ത വിളക്കാണ്. അതുകൊണ്ട് തന്നെ തേച്ചൊന്ന് വെളുപ്പിച്ചെടുക്കാൻ ഭയങ്കര പാടായിരുന്നു. എങ്ങനെയൊക്കെയോ ഞാൻ കുറച്ചൊക്കെ തേച്ച് വെളുപ്പിച്ചിട്ട് പോയി കുളിച്ചു. ഇനി എനിക്ക് പറയുടെ സാധനങ്ങൾ വാങ്ങിക്കാൻ വള്ളിക്കാവിൽ പോകണം. നമ്മൾ സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു. രാത്രിയിലായതുകൊണ്ട് വൈകുന്നേരത്ത് പോയി വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് കുപ്പയൊക്കെ തീയിടാനുണ്ടായിരുന്നു. അങ്ങനെ കുപ്പയൊക്കെ തീയിട്ടിട്ട് ഞാനും അച്ചും കൂടെ പോയി സാധനങ്ങളൊക്കെ വാങ്ങി. പക്ഷേ നമുക്ക് വെറ്റയും പാക്കും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം വന്ന വഴിയിലൊരു ചെറിയൊരു കടയിൽ നിന്ന് നമുക്ക് വെറ്റയും പാക്കും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ പോയി നമ്മുടെ അല്ലുവിനെ വിളിച്ചുകൊണ്ട് വന്ന് നമ്മൾ വിളക്കൊക്കെ കൊളുത്തി. സന്ധ്യ സമയമായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് ചാണകം വേണമായിരുന്നു കേട്ടോ, ഇങ്ങനെ തളിക്കാൻ വേണ്ടി. പിന്നെ വീട്ടിൽ പോയ വഴിക്ക് എന്തായാലും അമ്മ കുറച്ച് എവിടുന്നോ ചാണകം ഒപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ പരിസരത്തൊന്നും അങ്ങനെ പശുക്കളൊന്നുമുള്ള വീടുകളൊന്നുമില്ല. പിന്നെ അമ്മ കുറച്ച് ചാണകമൊക്കെ തന്നു. ഞാൻ കുറച്ച് വെള്ളമൊക്കെ തളിച്ചിട്ട് എനിക്കറിയാവുന്ന പോലെ ഒന്ന് തളിച്ചിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് വട്ടത്തിലൊന്നും വന്നില്ലെങ്കിലും എനിക്കറിയാവുന്ന പോലെയൊക്കെ തളിച്ചിട്ടുണ്ട്. പിന്നെ പറയ്ക്ക് ഒരുക്കാൻ വേണ്ടി വെക്കുന്ന അവലും മലരും ഒക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കേണ്ട ജോലിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ചേട്ടൻ വന്നത്. ചേട്ടൻ വന്നിട്ട് ഞാൻ മുറ്റം തൂത്തതൊന്നും വൃത്തിയായില്ല എന്ന് പറഞ്ഞ് വീണ്ടും ചേട്ടൻ മുറ്റം അടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. പൂവും വളരെ കുറച്ച് മാത്രമേ കിട്ടിയിട്ടുള്ളായിരുന്നു. നമ്മുടെ വീട്ടിലൊന്നും അധികം പൂക്കളൊന്നുമില്ല. പിന്നെ വീട്ടിൽ നിന്ന് കിട്ടിയ കുറച്ച് പൂക്കളും കൂടെ കുറച്ച് തുളസി ഇലയും കൂടെയൊക്കെ ഞാൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാത്രിയിൽ എപ്പോഴാണ് പറ വരുന്നതെന്ന് അറിയില്ല. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താവേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. ബൈ.